ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാസ്ത റെസിപ്പിയാണ്. ഒരു സിമ്പിളായിട്ടുള്ള വൈറ്റ് ക്രീമി സോസ് ചേർത്തിട്ടുള്ളൊരു പാസ്തയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ പാസ്ത വെന്ത് കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഇന്ന് എടുത്തിരിക്കുന്നത് മക്രോണിയാണ്. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് തരത്തിലുള്ള പാസ്ത വേണമെങ്കിലും ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കാവുന്നതാണ്. വെള്ളം ഇപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആ മക്രോണി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് മക്രോണിയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ഒന്ന് വെന്ത് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള കുറച്ച് പച്ചക്കറികളൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ പാത്രം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിലിൽ നമുക്ക് ഈ പാസ്ത തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. പിന്നെ ഇതിൽ ഞാൻ 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. പിന്നെ ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്രഷ്ഡ് ചില്ലിയാണ്. 1 ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴന്ന് വരട്ടെ. അതിനുശേഷം ഇതിൽ ചേർക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ക്യാപ്സിക്കവും അതുപോലെ കുറച്ച് ക്യാരറ്റും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പാസ്തയിൽ ചേർക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരല്പം ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്ത ചിക്കനാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇപ്പോൾ പാസ്ത പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലോട്ട് ഊറ്റി അതിലെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. ഇത് വെന്ത് പോകരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഉണ്ടാക്കാനുള്ളത് ഈ പാസ്തയിൽ ചേർക്കാനുള്ള വൈറ്റ് ക്രീമി സോസാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇനി ഒന്ന് മെൽറ്റായിട്ട് വരണം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം മൈദ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. മൈദയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ വേണം അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലോട്ട് 1 കപ്പ് ഫ്രഷ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിലോട്ട് ഇനി ഞാനൊരു ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പോളം മൊസറല്ല ചീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാസ്തയ്ക്ക് വേണ്ടിയുള്ള വൈറ്റ് ക്രീമി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചീസിയാണ്. ഇത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓണാക്കണം. എന്നിട്ട് ആ വെജിറ്റബിളും ഈ ക്രീം സോസും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നല്ല സോസി അതുപോലെ ക്രീമി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം തീർച്ചയായിട്ടും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ വിട്ടുപോകരുത്. എങ്കിൽ മാത്രമേ ഉള്ളൂ ഞങ്ങളിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. വീണ്ടും അടിപൊളിയായിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്യൂൻസ്.